ഹലോ അസ്സലാമു അലൈക്കും. ആദ്യം മിന്നൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മിന്നൂസിൻ്റെ സ്കൂൾ തുറക്കുക കേട്ടോ. അവളിന്ന് പുതിയ സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ അവളെ ഇന്നത്തെ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ അവൾ നല്ല ഉറക്കാട്ടോ. ഇന്ന് മദ്രസ ഇല്ലാത്തത് കാരണം നല്ല കിടന്നുറങ്ങുകയാണ്. അപ്പോൾ വിളിച്ചിട്ടൊന്നും എണീക്കണില്ല കേട്ടോ. പിന്നെ സ്കൂളിൽ പോകണ്ടേ, പിന്നെ പുതിയ ബാഗും കൂടെയൊക്കെ എടുത്ത് പോകണ്ടേന്ന് പറഞ്ഞപ്പം ആൾ എണീറ്റു. പിന്നെ ആദ്യമോന് നല്ല ഉറക്കമാണ്. ആദ്യം പിന്നെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നേരത്തെ നിസ്കാരം കഴിഞ്ഞ് സുബഹി നിസ്കാരം പിന്നെയും കിടന്നുറങ്ങിയതാട്ടോ. ഇന്നും 6:15 മദ്രസയിലെത്തണം. അപ്പോൾ നേരത്തെ എണീക്കലുണ്ട്. ഒന്ന് കുറച്ച് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. അവനിന്ന് സ്കൂൾ തുറക്കുന്നില്ല, 2 ദിവസം കഴിഞ്ഞ് തിങ്കളാഴ്ച തുറക്കുന്നുള്ളൂ. പിന്നെ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും ചട്നിയായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചു മിന്നൂസ് കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ മിന്നൂസിൻ്റെ സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യമോനും വരുന്നുണ്ടേ. അപ്പോൾ അവർക്ക് ഓട്ടോ ഏൽപ്പിച്ചിട്ടുണ്ട് പോകാൻ സ്കൂളിലേക്ക്. അപ്പോൾ നമ്മളിന്ന് ഓട്ടോയിലാണ് പോകുന്നത്. അപ്പോൾ സ്കൂളിലെത്തിയപ്പോഴേക്ക് തന്നെ അവിടെ പരിപാടികളൊക്കെ ഏകദേശം തുടങ്ങുകയാണ് കേട്ടോ. കുട്ടികളൊക്കെ ഘോഷയാത്രയ്ക്ക് വേണ്ടിയിട്ട് സെറ്റാക്കുകയാണ്. അപ്പോൾ 1-ാം ക്ലാസ്സിലേക്കുള്ള കുട്ടികൾക്ക് ബലൂണ് കയ്യിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവർ പുതിയ കുട്ടികളാണല്ലോ സ്കൂളിൽ. അപ്പം അവർക്ക് ബലൂണൊക്കെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അവരെ മുൻനിരയിൽ തന്നെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. മിന്നൂസൊക്കെ നല്ല സന്തോഷത്തിലാണ്. പ്രവേശനോത്സവം നല്ലൊരു ഉത്സവം തന്നെയായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ ഇവിടെ LP തന്നെ. ശുദ്ധമായ ജലം കിട്ടുക, അണുവിമുക്തമായ ജലം നമുക്ക്, അതായത് വാട്ടർ പ്യൂരിഫയർ കുടിവെള്ള പദ്ധതി നമുക്ക് ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ നമുക്ക് ഇന്ന് സമർപ്പിക്കുകയാണ്. ആ ഒരു സന്തോഷവും നമുക്കുണ്ട്. നമ്മുടെ സ്കൂളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ സ്കൂൾ 560ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. സ്കൂളിലേക്ക് വിടുന്നത് പഠിക്കാനുമാണ്, കുറേശ്ശെ കളിക്കാനാണ് കേട്ടോ.
പ്രധാനമായും പഠിപ്പാണ് വേണ്ടത് കേട്ടോ. അതായത് നമ്മുടെ രക്ഷിതാക്കളൊക്കെ നമ്മുടെ സ്കൂളിലേക്ക് അയക്കുന്നത് നമ്മുടെ കുട്ടികളെല്ലാവരും വളർന്ന് വലുതായി ജോലിയൊക്കെ നേടി നല്ല സമൂഹത്തിന് നന്മയുള്ള നല്ല വ്യക്തിത്വങ്ങളായി തീരാൻ വേണ്ടിയിട്ടാണ്. നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതോടൊപ്പം നമ്മുടെ സ്കൂളിനെയും പരിഗണിക്കുകയും 2 ലക്ഷം രൂപ തൻ്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച് സ്കൂളിന് വാട്ടർ പ്യൂരിഫയർ സമർപ്പണം നിർവഹിക്കുന്ന ഫലകം അനാച്ഛാദനം ചെയ്യുകയാണ് ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ MLA. LDP സ്കൂളിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഞാനിവിടെ വന്നിട്ട് ഈ വർഷം 110 കുട്ടികൾ 1ാം ക്ലാസ്സിൽ ചേർന്നുകൊണ്ടുള്ളത് ഈ കോർപ്പറേഷനുകളിൽ സ്കൂളുകളിൽ പോയിട്ട് ഒരാളാണ്. ഒരു സ്ഥലത്ത് ഇത്രയധികം കുട്ടികൾ കാണുന്നതിൻ്റെ എണ്ണയിൽ പല സ്കൂളുകളും കൊണ്ടുവരുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. അത്ര പെരുന്നാൾക്കാരുണ്ട്. 20 കുട്ടികളും 30 കുട്ടികളും വരെ ഒരു സ്കൂളിലാണ്. പിന്നെ നമ്മൾ അവളെ ക്ലാസ്സൊക്കെ ഒന്ന് കാണാൻ പോയിട്ട് അവിടെ പ്രസംഗമൊക്കെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മിന്നൂസിൻ്റെ ക്ലാസ്സൊക്കെ ഒന്ന് കാണാമല്ലോ വിചാരിച്ച് പോയതാട്ടോ. അപ്പോൾ ഇതാ എല്ലാം നല്ല സ്മാർട്ട് ക്ലാസ് റൂം തന്നെയാട്ടോ എല്ലതും. പിന്നെ ഇത് അവിടെ നല്ല ചൂട് ജിലേബി ഉണ്ട് കേട്ടോ കുട്ടിക്ക് കഴിക്കാൻ. കുട്ടിക്ക് മാത്രമല്ല എല്ലാവർക്കും കഴിക്കാം. പിന്നെ ഇതാണ് കേട്ടോ മിന്നൂസിൻ്റെ ക്ലാസ് 1B ആണ്. ക്ലാസ് റൂമൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ നമ്മൾ അവളെ സ്കൂളൊക്കെ ഒന്ന് ചുറ്റി കാണുകയാണ് കേട്ടോ.
നമ്മൾ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് നമ്മൾ പിന്നെ വീട്ടിലേക്ക് പോകട്ടെ ചെയ്ത്. നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.